കൂടിക്കാഴ്ചകളിൽ മഞ്ഞുരുകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലപാട് ആവർത്തിക്കുകയാണ് രമേശ് ചെന്നിത്തല എന്ന് മനസ്സിലാകുന്നു. IC ബാലകൃഷ്ണനും അൻവർ സാദത്തും മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ള നിലപാട് രമേശ് ചെന്നിത്തല ആവർത്തിക്കുകയാണ്. അതല്ല എങ്കിൽ മറ്റ് തീരുമാനങ്ങൾക്കില്ല എന്നതുകൂടി വ്യക്തമാവുകയാണ്. റോഷിപാൽ, VD സതീശന് പിന്നാലെ KC വേണുഗോപാൽ കൂടി നടത്തിയ ചർച്ചയിലും തീരുമാനമില്ലേ? IC ബാലകൃഷ്ണനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം, അൻവർ സാദത്തിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം, അല്ല എങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന നിലപാട് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. TV പ്രസാദ് വിവരങ്ങളുമായുണ്ട്. TV പ്രസാദ്, രമേശ് ചെന്നിത്തല കടും പിടുത്തത്തിലാണ്. അതുതന്നെയാണ് മാധു. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയുടെ കൂടെയുള്ളവരെ മന്ത്രിയാക്കുക എന്നുള്ളതാണ്. അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ എന്നിവർക്ക് വേണ്ടിയാണ് രമേശ് ചെന്നിത്തല സമ്മർദ്ദം ശക്തമാക്കുന്നത്. അതിനുവേണ്ടി ഏതാണ്ട് 2 ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വരാത്ത രീതിയിലേക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഖദർ വസ്ത്രം ഉൾപ്പെടെ മാറ്റി നിർത്തി ഒരു ദിവസം പൂർണ്ണമായി ഒരു പകൽ അദ്ദേഹത്തെ നമ്മൾ ടീഷർട്ടിലും കണ്ടു. ആ രീതിയിൽ, അതായത് പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു രമേശ് ചെന്നിത്തലയാണ് കണ്ടത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തില്ല, UDF യോഗത്തിൽ പങ്കെടുത്തില്ല, ഇന്നിവിടെ കന്റോൺമെന്റ് ഹൗസിൽ പുരോഗമിക്കുന്ന ഘടകകക്ഷികളുടെ യോഗത്തിൽ പങ്കെടുത്തില്ല. ഒന്നിലും പങ്കെടുക്കാതെ വീട്ടിൽ തന്നെ തുടരുന്ന രമേശ് ചെന്നിത്തലയുടെ അടുത്തേക്ക് നിയുക്ത മുഖ്യമന്ത്രി പോകുന്നു. അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി പോകുന്നു. മാണി സി കാപ്പൻ ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തുകയാണ്. അല്പസമയം മുമ്പ് അനൂപ് ജേക്കബ് ഇവിടേക്ക് എത്തിയിരുന്നു. മാണി സി കാപ്പൻ എത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം വിശദമായ ചർച്ചയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അക്കാര്യത്തിൽ ധാരണയുമാകും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഏറ്റവും അവസാനം AICCയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി എത്തിയതോടുകൂടി, ജനറൽ സെക്രട്ടറി എത്തിയതോടുകൂടി, KC വേണുഗോപാൽ എത്തിയതോടുകൂടി രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അതിനൊന്നുകൂടി പവർ കിട്ടുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ VD സതീശൻ മുഖ്യമന്ത്രി ആയതിന് പിന്നാലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടുത്ത സമ്മർദ്ദം ചെലുത്തിയ KC വേണുഗോപാലും അതുപോലെ രമേശ് ചെന്നിത്തലയും ഈ മുഖ്യമന്ത്രി ആക്കിയതിന് ശേഷം, VDയെ മുഖ്യമന്ത്രി ആക്കിയതിന് ശേഷം കൈകോർക്കുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. രണ്ടുപേരും എന്ന കാര്യമാണ് നേതാക്കൾ ഉറപ്പ് നൽകിയത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷെ അങ്ങനെ പോരാ, എണ്ണമാണ് പ്രശ്നം, വകുപ്പിനപ്പുറത്ത് എണ്ണമാണ് പ്രശ്നം എന്നതാണ് രമേശ് ചെന്നിത്തല അടക്കം പറയുന്നത്. ഒപ്പമുള്ളവരില്ലാതെ താനുമില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെയും തുറന്ന പ്രഖ്യാപനം. അത് തന്നെയാണ് മാധു, ഇപ്പോഴും അതുതന്നെയാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. ഹൈക്കമാൻഡിലേക്ക് ലിസ്റ്റ് പോയാലും രമേശ് ചെന്നിത്തലയ്ക്ക് അതിൽ നിന്ന് പ്രതീക്ഷ ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. കാരണം 2022 MLA-മാരുടെ പിന്തുണയുണ്ടായിട്ടും അന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തുന്ന സമയത്ത് സോണിയാഗാന്ധി കൊടുത്ത ചില ഉറപ്പുകളുണ്ട്. ആ ഉറപ്പുകൾ പിന്നീട് മുഖ്യമന്ത്രി ചർച്ച നടക്കുന്ന സമയത്ത് അതും VD സതീശന് പോകുന്ന സ്ഥിതിയുണ്ടായി. പാർട്ടിയിൽ സീനിയറാണ്, MLA-മാരുടെ പിന്തുണയുണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് കൂടി ഏറ്റവും അവസാനം മുഖ്യമന്ത്രി കസേരയില്ലാത്ത സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല പറയുന്നത് ഹൈക്കമാൻഡ് കേൾക്കും എന്നൊരു പ്രതീക്ഷ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരു കടുത്ത സമ്മർദ്ദമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗമായി ഇപ്പോഴും തുടരുന്നത്. പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതെ വീട്ടിൽ തന്നെ തുടരുന്ന രമേശ് ചെന്നിത്തലയെ അങ്ങോട്ടേക്ക് പോയി കാണുകയാണ് നിയുക്ത മുഖ്യമന്ത്രിയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും. കടുത്ത സമ്മർദ്ദമാണിത്. താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 പേരെയെങ്കിലും, കൂടെയുള്ള അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും മന്ത്രിമാരാക്കിയില്ലെങ്കിൽ താനും ആ മന്ത്രിസഭയിലേക്കില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുകയാണ് രമേശ് ചെന്നിത്തല. അതിൽ എങ്ങനെ ഇനി പ്രതിവിധി കാണും എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും കൈകോർക്കുന്നതോടെ മാധു മറ്റൊന്ന് സംഭവിക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്ന കന്റോൺമെന്റ് ഹൗസിൽ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി VD സതീശന്റെ കൂടെയുള്ളവർക്കുള്ള സാധ്യതയാണ് ഇല്ലാതാകുന്നത് എന്നുള്ളതാണ്. അതായത് VD സതീശന് മുഖ്യമന്ത്രി കസേര കിട്ടിയതിന് പിന്നാലെ VD സതീശന് അധികം സമ്മർദ്ദം ചെലുത്താൻ പറ്റാത്ത വിധം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിലവിലുള്ള 63 MLA-മാരിൽ ഏതാണ്ട് 40-ലധികം MLA-മാരുടെ പിന്തുണയുള്ള KC വേണുഗോപാലും ഏതാണ്ട് 7-8 MLA-മാരുടെ പിന്തുണയുള്ള രമേശ് ചെന്നിത്തലയും 8-10 MLA-മാരുടെ പിന്തുണയുള്ള രമേശ് ചെന്നിത്തലയും കൈകോർക്കുന്നതോടെ കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ള 2 പ്രധാനപ്പെട്ട നേതാക്കൾ അവർ ഇവിടുത്തെ മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനത്തിലും മന്ത്രിമാരുടെ പട്ടികയിലും പ്രധാന സ്വാധീനം ചെലുത്തുന്ന നേതാക്കളായി മാറുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 24 മണിക്കൂറായി നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ KC വേണുഗോപാലിന്റെ വീട്ടിലേക്ക് നമ്മൾ നേരത്തെ മുതൽ പറയുന്നതാണ് 8 പേരുടെ പട്ടിക KC വേണുഗോപാലിന്റേത്. ഇപ്പോഴും കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്ന ചെന്നിത്തലയുടെ പട്ടികയിലും 3 പേർ, 8ഉം 3ഉം 11. ഇങ്ങനെ ഒരു പട്ടിക മുകളിലേക്ക് പോകാൻ ശരി മുഖ്യമന്ത്രി പദം ലഭിച്ചുവെങ്കിലും അങ്ങനെ ഒരു പട്ടിക മാത്രമായി മുന്നോട്ട് പോകാൻ VD സതീശനും കഴിയുമോ?
അത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത്. എന്തായാലും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ളത്. അങ്ങനെയെങ്കിൽ VD സതീശനൊപ്പമുള്ള K മുരളീധരൻ ഒഴികെ ആർക്കും മന്ത്രി കസേരയിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തമ്മിൽ കണ്ട സമയത്തുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു സന്തോഷം KC വേണുഗോപാലും VD സതീശനും കണ്ടപ്പോൾ ഉണ്ടായില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു കാര്യം വ്യക്തമാണ്, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും കൈകോർക്കുന്നതോടുകൂടി ഈ രണ്ട് നേതാക്കന്മാരും വലിയ പവർഫുൾ നേതാക്കന്മാരായി മാറുകയാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയാണ് വകുപ്പുകൾ വിഭജിച്ച് കൊടുക്കേണ്ടതെങ്കിൽ പോലും ഇതിൽ പാർട്ടിയുടെ സ്വാധീനം നിർണായകമാകുന്നു. KCക്ക് പിന്തുണയുള്ളവർ KCക്കൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. തൻ്റെ കൂടെ ചങ്ക് പറിച്ചു നിൽക്കുന്ന IC ബാലകൃഷ്ണനെയും സീനിയറായ അൻവർ സാദത്തിനെയും മന്ത്രിയാക്കാതെ, തനിക്ക് ആഭ്യന്തരമന്ത്രി പദം കിട്ടാതെ ഈ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച് രമേശ് ചെന്നിത്തല തൻ്റെ സമ്മർദ്ദം ശക്തമാക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരുപക്ഷെ ഇക്കാര്യത്തിലും നേരത്തെ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ട തർക്കം പോലെ അവസാന വാക്ക് ഹൈക്കമാൻഡിൻ്റെതായി മാറുമോ എന്നുള്ളതാണ്. ഇവിടുന്ന് കൊടുത്ത ലിസ്റ്റ് ഹൈക്കമാൻഡ് വെട്ടുമോ എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മധു. ശരി, TV പ്രസാദാണ് വിവരങ്ങൾ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഈ 1.5 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട സമസ്യ വളരെ വലുതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നടത്തിയ കൂടിക്കാഴ്ചയിലും തീരുമാനമാകുന്നില്ല എന്നത് മാത്രമല്ല, ആ കൂടിക്കാഴ്ചയിൽ ഇരുപക്ഷവും കൂടുതൽ ശക്തിയാർജിക്കുകയാണ്. ഒരുമിച്ച് പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയ കൈ ഒരു സഖ്യമായി മാറുകയാണ് എങ്കിൽ അതിന് 11 മന്ത്രിമാരുടെ അകമ്പടി വേണമെങ്കിൽ VD സതീശൻ മന്ത്രിസഭയിൽ VD സതീശൻ വിചാരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാകില്ല. പരമാവധി K മുരളീധരൻ എന്നത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിലും ചെന്നിത്തല പക്ഷത്തു നിന്ന് ഒരാൾ അതിൽ പിൻവാങ്ങണം. അതിന് ചെന്നിത്തല സമ്മതിക്കുകയും വേണം. 1.5 ദിവസമാണ് മുന്നിലുള്ളത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി എന്തു സംഭവിക്കും, മന്ത്രിസഭ വിഭജനവുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരേണ്ടതുണ്ട്. വൈകുന്നേരത്തോടുകൂടി തീരുമാനമാകുമെന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്.